കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിൽ പ്രതി സന്ദീപിനെ പരിശോധിച്ച മനോരോഗ വിദഗ്ധനെ കോടതി വിസ്തരിച്ചു. പ്രതി തന്റെ തെറ്റുകൾ മനഃപൂർവ്വം മറച്ചുവെച്ച് സംസാരിക്കുന്നയാളാണെന്ന് അദ്ദേഹം കൊല്ലം സെഷൻസ് കോടതിയിൽ മൊഴി നൽകി. പ്രതിക്ക് മാനസിക രോഗമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ അവകാശവാദം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതക കേസിലാണ് സാക്ഷി വിസ്താരം തുടരുന്നത്. പ്രതി സന്ദീപ് മാനസിക രോഗിയാണെന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ അവകാശവാദം. തുടർന്നാണ് സന്ദീപിനെ പരിശോധിച്ച മെഡിക്കൽ ബോർഡിലെ മനോരോഗ വിദഗ്ധനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൈക്കാട്രി വിഭാഗം മേധാവിയുമായ ഡോക്ടർ എസ് കൃഷ്ണനെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിസ്തരിച്ചത്. രഹസ്യമായി ആയുധം കൈക്കലാക്കി ഉപദ്രവിച്ച ശേഷം ആയുധം കഴുകി മറച്ചുവെക്കുന്ന സ്വഭാവരീതിയെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ചോദ്യം. തന്റെ തെറ്റുകൾ മനഃപൂർവ്വമായി മറച്ചുവെച്ച് സംസാരിക്കുന്ന രീതിയാണ് സന്ദീപിന്റേതെന്നും താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിതഫലത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം പ്രതിക്കുണ്ടെന്നും അദ്ദേഹം കോടതിയിൽ മൊഴി നൽകി. ഡോക്ടർ വന്ദനാദാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ ഡോക്ടർ കെ വത്സലയെയും കോടതി വിസ്തരിച്ചു. വന്ദനയുടെ ശരീരത്തിലുണ്ടായിരുന്ന 16 മുറിവുകൾ പ്രതി ഉപയോഗിച്ച ആയുധം കൊണ്ട് സംഭവിക്കാമെന്ന് പോലീസ് സർജൻ മൊഴി നൽകി. കേസിൽ ഇതുവരെ 56 സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ ഹാജരായി. ജനം, കൊല്ലം.